വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ജനിച്ച് വളർന്ന് ശുശ്രൂഷ ചെയ്ത സാംസ്കാരിക നഗരമായ രാമപുരം. ഈ രാമപുരത്ത് മനോഹരമായ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നു, മാർ അഗസ്തീനോസ് കോളേജ്. 1995 സ്ഥാപിതമായ ഈ കോളേജ് ഇന്ന് 7 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും നൽകുന്നു. ലൈറ്റഡ് ടു എൻലൈറ്റൻ എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് കുട്ടികളിലെ സാമൂഹിക പ്രതിബദ്ധതയും മോറൽ വാല്യൂസും വളർത്താൻ ഈ കോളേജ് എന്നും ശ്രദ്ധിക്കുന്നു. ഇവരുടെ പഠനാന്തരീക്ഷം കൂടുതൽ ആകർഷണീയമാക്കാൻ ക്ലാസ് റൂമുകളൊക്കെ ഡിജിറ്റലൈസ്ഡ് ആണ്. നാക് അക്രഡിറ്റേഷനിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഈ മനോഹരമായ ക്യാമ്പസിലാണ് ഇന്നത്തെ ക്യാമ്പസ് വിഷൻ എത്തി നിൽക്കുന്നത്. ആയിരത്തി 1995 സ്ഥാപിതമായ രാമപുരം മാർ അഗസ്തീനോസ് കോളേജ് ഇന്ന് 7 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും നടത്തപ്പെടുന്നു. 1100-ലധികം വിദ്യാർത്ഥികളും 90ഓളം സ്റ്റാഫും ഇവിടെ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ കോളേജിന് അത്ഭുതപൂർവമായ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. UGCയുടെ അംഗീകാരം കിട്ടുകയും ISO സർട്ടിഫിക്കേഷൻ നേടുകയും നാക്കിൻ്റെ ഫസ്റ്റ് സൈക്കിളിൽ എ ഗ്രേഡോടുകൂടി അക്രഡിറ്റേഷൻ നേടുകയും ചെയ്തു. ഈ സമീപകാലത്ത് കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ കോളേജിന് നല്ല സ്ഥാനം ലഭിക്കുകയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് NIRFൽ 150-200 ബാൻഡിൽ കയറിപ്പറ്റുവാനും നമ്മുടെ കോളേജിന് സാധിച്ചു. ഈ കോളേജിന് നേട്ടത്തിന് പിറകിൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അഗാധമായ സപ്പോർട്ടും കോളേജിലെ അധ്യാപക അനധ്യാപക സമൂഹത്തിൻ്റെ അകവഴിഞ്ഞ ആത്മാർത്ഥതയും തികഞ്ഞ അർപ്പണബോധവും ആണ്. വാർത്തകളിലും തലക്കെട്ടുകളിലും ഇന്ന് നാം ഏവരും കാണുന്ന ഒന്നാണ് വയലൻസ് അഥവാ അക്രമം. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നതൊക്കെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും സന്ദേശങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ ക്യാമ്പസ് വിഷൻ്റെ ടോപ്പിക്കും അതുതന്നെയാണ്, അക്രമം അഥവാ വയലൻസ്. ഇന്നിൻ്റെ കാഴ്ചകളും രീതികളും ഒക്കെ നമ്മെ മനുഷ്യത്വത്തിൽ നിന്നും ഈശോയുടെ സുവിശേഷത്തിൽ നിന്നും അകറ്റുന്നുണ്ടോ? യുവാക്കളുടെ ഇടയിൽ ഈ അക്രമത്തിൻ്റെ അതിപ്രസരം നാം കാണുന്നുണ്ടോ? ക്യാമ്പസ് വിഷൻ്റെ ഈ അധ്യായം അക്രമം യുവാക്കളുടെ ഇടയിൽ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ സുവിശേഷത്തിലേക്കാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ച നയിക്കാൻ ഉള്ളത് നമ്മുടെ സ്വന്തം ബ്രിസ്റ്റോ മാത്യു സാറാണ്. സർ ചേർപ്പങ്കൽ BVM കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് സൈക്കോളജിയിൽ. സർ, വെൽക്കം ടു ദ ഷോ. നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്യാമ്പസ് വിഷൻ്റെ അധ്യായം ഈശോയുടെ അനുഗ്രഹങ്ങൾ ആരാഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ ആരംഭിക്കാം, അല്ലേ തെരേസ? ഒരു പൗരോഹിത്യ ആശീർവാദത്തോടു കൂടി തന്നെ നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. അതിനായി ഏറ്റവും സ്നേഹത്തോടെ ഈ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ജോസഫ് ആലഞ്ചേരി അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ക്യാമ്പസ് വിഷനെ മുഴുവനായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നസ്രത്തിലെ സിനഗോഗിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഞാൻ വരുന്നു എന്ന് പ്രഖ്യാപിച്ച മിശിഹായെ, അങ്ങയുടെ സുവിശേഷത്തിലൂടെ ലോകക്രമങ്ങളെ അങ്ങ് മാറ്റി അക്രമവും അനീതിയും കൊള്ളയും വിദ്വേഷവും നിറഞ്ഞു നിന്ന ലോകത്ത് ശാന്തിയും നീതിയും സ്നേഹവും കാരുണ്യവും അങ്ങ് പകർന്നു നൽകി. ഈശോയെ, ഞങ്ങളിന്ന് ജീവിക്കുന്ന ഈ ലോകം
ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ കേരളം ഒരുപാട് അക്രമങ്ങളുടെയും ഒരുപാട് തരത്തിലുള്ള മനുഷ്യ അതിക്രമങ്ങളുടെയും നടുവിലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങേ സന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ചിന്തകൾ സ്നേഹത്തിലും കാരുണ്യത്തിലും ഞങ്ങളെ വളർത്തുന്നതാകട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും മാറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള വിജ്ഞാനം ഞങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് പകർന്നു തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേ. താങ്ക് യു ഫാദർ. സർ, ഞാൻ ഭയങ്കര ഗാംഭീര്യത്തിലൊക്കെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ കൂടെയുള്ള കുട്ടികളിലേക്ക് തന്നെ ഡയറക്റ്റ് പോകാം അല്ലേ? തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് ലോകത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, ഈവൻ കേരളത്തിൽ വരെ പത്രങ്ങളും, പലരും ഇന്ന് പത്രങ്ങളല്ലായിരിക്കും ഓൺലൈൻ മീഡിയാസൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഈ ഓൺലൈൻ മീഡിയാസിലൊക്കെ നമ്മൾ കാണുന്നത്, ദിനം പ്രതി കാണുന്നത്, യുവാക്കളുടെ ഇടയിൽ നിന്ന് അല്ല, കുട്ടികളുടെ ഇടയിൽ പോലും ഒരു അക്രമ സ്വഭാവം വളർന്നു വരുന്നുണ്ട് എന്നതാണ്. എൻ്റെ ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടത്. തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. ചർച്ച ഓപ്പൺ ടു ഓൾ ആണ്. സോ നിങ്ങളൊന്ന് കൈവക്കിയാൽ മതി, നമ്മൾ മൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഓക്കെ, ഇന്ന് അക്രമം യുവാക്കളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഉള്ള കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ മതി. ഉണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിന്ന്, പേരെന്താണ് നിങ്ങളുടെ? അലീന. അലീന. ഓക്കെ, പറഞ്ഞോളൂ. ക്യാമ്പസിൽ കുട്ടികളുടെ ഇടയിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. റാഗിങ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. യെസ്, അതിലേക്ക് നമുക്ക് വരാമല്ലേ സർ? റാഗിംഗ് തീർച്ചയായിട്ടും. എന്ന് ഞാൻ പറയുന്നത് ഇടയ്ക്ക് കയറുന്ന അലീനോട് ചോദിക്കാം, ഈ അക്രമം ബോയ്സിന് മാത്രമാണോ? അങ്ങനെയില്ല, പല കോളേജുകളിലും ഗേൾസും ഗേൾസും ഉണ്ട്. അപ്പം അതിര പറഞ്ഞ ആ പ്രസ്താവനയോട് അലീന യോജിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അക്രമം, വയലൻസ്, അതിൻ്റെ പല രീതിയിൽ അതിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരികയാണെന്ന് തന്നെയാണ് അലീനയും പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അതിരിക്കൽ ഉത്തരമായി എന്ന് കരുതാം. അതെ അതെ, റാഗിംഗ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് അക്രമമാണ് അല്ലേ അലീന? ഓക്കെ, അലീനയുടെ പ്രസ്താവനയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളും കൂടി ഒന്ന് ശബ്ദമുയർത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷമായിരുന്നു. പേരൊന്ന് പറയണേ. പേര് ഗൗരി. ഗൗരി. ഓക്കെ. അക്രമം ഇന്ന് കൂടി വരികയാണ്. കാരണം നമ്മുടെ ഇപ്പോൾ എല്ലാ ഫീൽഡിലും നോക്കിയാലും, ഇപ്പോൾ ഫിലിം ഫീൽഡ് എടുത്താലും എല്ലാം ഒരു വയലൻസ് എന്നതിലേക്ക് മാറിയിരിക്കുക. നമ്മൾ കണ്ട് ശീലിച്ച് വരുന്നതേ നമ്മൾ ലൈഫിൽ ഇനി അങ്ങോട്ട് ചെയ്യത്തേ ഉള്ളൂ. പത്രം എടുത്താലും സോഷ്യൽ മീഡിയാസ് എടുത്താലും ഈവൻ ബോയ്സ് ഗേൾസ് എന്നില്ല, ജെൻഡർ എന്നൊരു ഇഷ്യൂ ഇല്ലാതെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ വയലൻസ്. അത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ജനറേഷൻ കൂടിയേ വരുള്ളൂ. കാരണം നമ്മൾ അതാണ് കണ്ടു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് കിട്ടുന്നത് അത് അടുത്ത ആളിലേക്ക് നമ്മൾ പാസ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സീനിയേഴ്സിൽ നിന്ന് കിട്ടുന്നത് ജൂനിയേഴ്സിലേക്ക് പോകും. ഇവിടെ റാഗിങ് എന്നൊരു ഇത് നമ്മൾ ഫേസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കില്ല. അത് ആ ഒരു ഇതല്ല, ഇപ്പം എല്ലാവരും ഫേസ് ചെയ്യുന്നതുകൊണ്ട് വയലൻസ് കൂടി വരികയാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഗൗരി ഈ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കാതിരിക്കാൻ പറ്റില്ല. കൂടി വരികയാണ്. അത് ഗൗരി അതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അതിനകത്തൊരു അറിഞ്ഞോ അറിയാതെ അതിനകത്തൊരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ളൊരു തിയറിയും കൂടി ഗൗരി അവിടെ പറയുകയുണ്ടായി. ഒരാൾക്ക് കിട്ടിയത് മറ്റൊരാൾക്ക് കൊടുക്കും. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വൈറസ് അല്ലേ, അങ്ങനെ പറയാമല്ലേ? ഒരാൾക്ക് കിട്ടിയ ദുരനുഭവങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദുരനുഭവങ്ങൾ സ്വീകരിക്കുന്ന പ്രവണതയും കൂടി വരുന്നു എന്നാണ് പറയുന്നത്. കൂടി വരുമ്പോൾ നമ്മളത് കൊടുക്കാൻ, നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നമ്മളത് ആ സ്നേഹം അടുത്ത ജനറേഷനിൽ കൊടുക്കും. പക്ഷേ നമുക്ക് കിട്ടുന്ന വയലൻസ് ആണെങ്കിൽ നമ്മളും യൂഷ്വലി അങ്ങനെ വയലന്റ് പേഴ്സണിലേക്ക് ഒരു മാറിപ്പോകാൻ എന്ന് കൂടി വരുന്ന ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത് പൊതുവെ. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നതേ, സാധാരണഗതിയിൽ നമ്മൾ ഈ ഷോയുമായി ക്യാമ്പസുകളിൽ പോകുമ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കാറാണ് പതിവ്. എനിക്ക് തോന്നുന്നത് ഈ വയലൻസിൻ്റെ യഥാർത്ഥ ഒരു കാരണം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണി ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാമെന്നാണ് ഞാൻ. ഉറപ്പായിട്ട് ചോദിക്കാം. അതായത് ആ കണ്ണാടി വെച്ച ആളുടെ അദ്ദേഹത്തിൻ്റെ പേരെന്താ? പേര് പറയൂ. മാധവ്. ഗൗരി പറഞ്ഞു ചെറുപ്പക്കാരുടെ ഇടയിൽ അക്രമം കൂടി വരികയാണെന്നാണ്. മാധവിൻ്റെ കണ്ണാടിയും മാധവിൻ്റെ മുഖമൊക്കെ വിളിച്ചു പറയുന്നത് ഒരു വലിയ നിരീക്ഷണ പാടവമുള്ള ഒരു യുവപ്രതിഭയാണ് മാധവ് എന്നാണ്. മാധവിനെ അറിയാവുന്നവരൊക്കെ ചിരിച്ചുകൊണ്ട് മാധവിനെ സപ്പോർട്ട് ചെയ്യാണ്. മാധവ്, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഇത്രയധികം ക്രൗര്യം നിറഞ്ഞ ക്രൂരമായ ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്? എന്തൊക്കെയായിരിക്കാം അതിൻ്റെ കാരണങ്ങൾ മാധവ്? ഇപ്പം പ്രധാനമായും പറയാവുന്ന അധികമായ ലഹരിയുടെ ഒരു ഉപയോഗം നമ്മുടെ നാട്ടിൽ പൊതുവായി കണ്ടുവരുന്നു. അതൊരു ട്രെൻഡായിട്ട് വരികയാണ്.
ലഹരിയുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പം എവിടെ ലഭ്യമാണല്ലോ. ഇപ്പോൾ കോളേജ് ക്യാമ്പസിൻ്റെ പരിസരത്താണെങ്കിലും ഇപ്പോൾ ഇന്ന മീറ്ററിനകത്ത് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കരുതെന്ന് പറഞ്ഞാലും പലയിടങ്ങളിലും അത് ലംഘിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമലംഘനമാണ് മെയിനായിട്ടും കുട്ടികളുടെ ഇടയിലും ഇപ്പം ചെറിയ കുട്ടികളുടെ ഇടയിലും ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് പതിവായി കാണുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ലഹരി ഉൽപ്പന്നം ഉപയോഗിക്കുന്നതും അതൊക്കെയാണ് മെയിനായിട്ടും റാഗിങ് എന്ന പരിപാടിയിലേക്ക് പോകുന്നത്. സർ, ഒരു പക്ഷേ മാധവ് പറഞ്ഞതിനോട് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. കാരണം ഈ ഡ്രഗ്സ് അഥവാ ലഹരികളുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികളിൽ കൂടി വരുന്നുണ്ട്. കുട്ടികളിൽ, ഞാൻ യുവാക്കളിൽ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, പക്ഷെ കുട്ടികളിൽ പോലും അത് കൂടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഞാനല്ലാതാവും. എനിക്ക് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ആരാണെന്നുള്ളതിനെ പറ്റി ഒരു ധാരണയില്ലാതാകുന്നു. അവിടെയാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഗൗരി പറഞ്ഞ റാഗിങ് അല്ലേ, ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഓൺലൈൻ മീഡിയാസൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തത് അതിൻ്റെ കാരണം അന്വേഷിച്ച് പോയപ്പോൾ റാഗിങ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെൽ റെപ്യൂട്ടഡ് സ്കൂൾ ഓൾസോ. നമുക്കപ്പോൾ ഇതെവിടെ തുടങ്ങുന്നു എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ അല്ലേ സർ? തീർച്ചയായിട്ടും ഇരിക്കും മാധവ്. അപ്പോൾ ഗൗരിയിൽ നിന്ന് മാധവിൽ എത്തി നിൽക്കുമ്പോൾ മാധവ് അതിൻ്റെ റൂട്ട് കോസ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ലഹരിയാണ്. ഡ്രഗ് അഡിക്ഷൻ ഒരു വലിയ പ്രശ്നമാണ്. ഡ്രഗ് അഡിക്ഷൻ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ആതിരിയും പറഞ്ഞു വെക്കുകയാണ്. ഒന്നുകൂടി കുറച്ചും കൂടി ഇൻ ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ, എന്തുകൊണ്ടായിരിക്കാം കുട്ടികൾ ഇത്രയധികം നിയമങ്ങളും ഇത്രയധികം കൗൺസിലിങ്ങുകളും ഇത്രയധികം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളും ഇത്രയധികം ആൻറ്റി നാർക്കോട്ടിക് സെല്ലുകളും ഇത്രയധികം ബോധവൽക്കരണ സെമിനാറുകളും ഇത്രയധികം ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായിട്ട് കുട്ടികൾ വളരെ ചെറുപ്പത്തിലെ തന്നെ കൂള് തൊട്ട് സർവ്വ ലഹരികളും ഉപയോഗിക്കുന്നു എന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു? ഒന്നുകൂടി ഇൻ ഡെപ്തിലേക്ക് പോകാം. എന്തായിരിക്കാം അതിൻ്റെ കാരണം? അറിയാവുന്ന ഒരു റീസൺ പറയൂ. ആർക്ക് വേണമെങ്കിലും പറയാം. ലഹരിക്കെതിരായിട്ടുള്ള ഫ്ലാഷ് മോബ് നടത്തി തിരിച്ചു വരുമ്പോൾ 2 പെഗ് അടിച്ചിട്ട് വരുന്നു. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അത് ഇൻ ഡെപ്തിലേക്ക് നമുക്കൊന്ന് പോവുകയാണെങ്കിൽ ആർക്ക് പ്രതികരിക്കാം? നമുക്ക് ചോദിക്കാം. അഞ്ജന ഒന്ന് പറയൂ. അഞ്ജന, എന്തായിരിക്കാം? അഞ്ജനയുടെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ മതി. ഇത് ഈ ഫ്രണ്ട്സ് കൂടി ഒരു സുഹൃത്തുക്കൾ ഒരു ഇൻഫ്ലുവൻസ് അല്ലേ, കമ്പനി കൂടി ഇങ്ങനെ കുടിക്കുക, അങ്ങനെയൊക്കെ ട്രെൻഡ് പോലെ ഒരു സംഭവമാണ് നടക്കുന്നത്. അതിന്റെ പേരിൽ കുറെ കൊലപാതകവും ഒക്കെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അഞ്ജന പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ഒരു ട്രെൻഡായിട്ട് ഈ ലഹരിയുടെ ഉപയോഗം മാറി. പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് അല്ലേ അഞ്ജന? അത് ട്രെൻഡായി മാറിക്കഴിഞ്ഞപ്പോൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ ആരോ അല്ല, അല്ലെങ്കിൽ എനിക്കൊരു കുറച്ചിലാണ് എന്നൊരു ബോധ്യം ഇപ്പോൾ കുട്ടികളുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് അല്ലേ? താങ്ക് യു അഞ്ജന. അതിലെ ഞാനൊരു മറ്റൊരു കാര്യം ശ്രദ്ധയപ്പെട്ടതേ, ഒരു 90കളിൽ അല്ലെ ഒരു 2000-ൻ്റെ ഒക്കെ ആരംഭത്തിൽ സിഗരറ്റ് വലിക്കുന്ന ഒരു പൗരുഷത്തിൻ്റെ ലക്ഷണമൊക്കെ ആയിട്ടൊക്കെ വ്യാഖ്യാനിച്ചിരുന്നു. അന്നത്തെ പല സെലിബ്രിറ്റികളും വളരെ സ്റ്റൈലായിട്ട് സിഗരറ്റൊക്കെ വലിക്കുന്നു, പലരൊക്കെ അനുകരിച്ചിരുന്നു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതൊരു നാണക്കേടായിട്ട് മാറി. പിന്നെ മദ്യപിക്കുന്നതിലേക്കൊക്കെ പോയെന്ന് കരുതുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അതൊക്കെ മാറിയിട്ട് ഇപ്പം നേരെ MDMAയിലൊക്കെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റൂട്ട് കോസിലേക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. അതൊരു കാരണമാണ്. വയലൻസിൻ്റെ ഒരു കാരണം ഡ്രഗിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറഞ്ഞു. ഡ്രഗിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ ഒരു കാരണം ഈ പറഞ്ഞ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആണെന്ന് പറഞ്ഞു. അത് എന്താണ് ഇത്രയൊക്കെ ബോധ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും വീണ്ടും ഈ കൂട്ടുകാരുടെ സ്വാധീനത്തിലൊക്കെ നമ്മുടെ കുട്ടികൾ പെട്ടുപോകുന്നത്? എന്തായിരിക്കാം? ഒരു നല്ല ഒരു പ്രാഭവമുള്ളൊരു മുഖമുണ്ട് അവിടെ, കണ്ണാടി ഇപ്പുറത്തിരിക്കുന്ന ഒരാള്. അത് തന്നെ ആ പ്രാഭവം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് സ്വീകരിച്ചു ഉൾക്കൊണ്ടുണ്ട്. അല്ല, ചെയ്യരുതാത്ത കാര്യം പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു തെറ്റ്. അഡ്വൈസ് കൊണ്ട് കാര്യമില്ല, ആ സാധനം എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. ലഹരിയുടെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പം അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആരും യൂസ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. പക്ഷെ ഇപ്പോൾ അവൈലബിലിറ്റി കുറയ്ക്കാൻ ആസ് എ യൂത്ത് അല്ലേ സർ, അങ്ങനെ പറയാം, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? യൂസ് ചെയ്യാണ്ടിരിക്കാന്നുള്ളല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ സ്വയമായിട്ടൊരു തീരുമാനം എടുക്കണം, അതല്ലേ? ഓക്കെ, പേരെന്തായിരുന്നു? ശ്രീജിത്ത്. താങ്ക് യു സർ. അതൊരു വലിയ പോയിന്റ് അല്ലേ? അതൊരു വലിയ പോയിന്റ്. അതിൽ ശ്രീജിത്ത് പറഞ്ഞൊരു കാര്യമേ, ഇതിനു മുമ്പ്
കേരളത്തിലൊരു ക്യാമ്പസിൽ എക്സൈസ് വകുപ്പിൻ്റെയും ക്യാമ്പസിൻ്റെ ആൻറ്റി നാർക്കോട്ടിക് സെല്ലിൻ്റെയും നേതൃത്വത്തിൽ വയലൻസിനെതിരായിട്ട്, ലഹരിക്കെതിരായിട്ടൊരു ബോധവൽക്കരണ സെമിനാർ നടത്തുകയാണ്. അതിമനോഹരമായിട്ട് അവിടെ ക്ലാസ് എടുക്കാൻ വന്ന ആൾ ഭയങ്കരമായിട്ട് ക്ലാസ്സുകൾ പറഞ്ഞു. ഇത് കൂളടിച്ചാൽ, ഹാൻഡ്സ് വെച്ചാൽ ക്യാൻസർ വരും, കള്ളടിച്ചാൽ സിറോസിസ് വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് മയക്കുമരുന്നിൻ്റെ ഓരോരോ കാര്യങ്ങളും PPT ഒക്കെ വെച്ച് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ആ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, നിങ്ങളിവിടെ ഈ ഡ്രഗിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, അപ്പോൾ മദ്യവും ഇതുപോലെ തന്നെ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ക്ലാസ് എടുക്കുമ്പോൾ ആൾ പറഞ്ഞു, തീർച്ചയായിട്ടും മദ്യത്തിൽ നിന്നാണല്ലോ ക്രമേണയാണല്ലോ ഇങ്ങനെ പോകുന്നത്, എന്തുകൊണ്ടാണ് ഗവൺമെൻറ് മദ്യം നിരോധിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അതോറിറ്റിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ ശാന്തമായി നിന്ന് ക്യൂവിൽ നിന്ന് ക്ഷമ എന്താണെന്ന് കാണിച്ചു തന്ന് ഇത് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ മദ്യപിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ സൈക്കോ സോഷ്യൽ തെറാപ്പി കൊടുക്കാൻ വേണ്ടി പോകുന്ന സൈക്കോളജിസ്റ്റുകളും ഉണ്ട് നാട്ടിൽ. അപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതാണ് ശരി. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവനവൻ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ശരി. ഇനി അവനവൻ ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഈ അവനവൻ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യവും പൊട്ടൻഷ്യലും വേണം. ആ സാഹചര്യമൊക്കെ ഈ കാലത്ത് ഉണ്ടാക്കിയെടുക്കുക അത്ര എളുപ്പമാണോ ശ്രീജിത്തെ? നമുക്ക് എടുക്കുന്ന ഡിസിഷനിലൊക്കെ ഉറച്ചു നിൽക്കാൻ പറ്റുമോ? മനുഷ്യൻ ബലഹീനനാണല്ലോ. ആണോ? മനുഷ്യൻ ബലഹീനനല്ലേ സാർ? ആണോ ശ്രീജിത്തെ? പിയർ പ്രഷറിലൊക്കെ അതുകൊണ്ടല്ലേ വീണു പോകുന്നത്? ആയിരിക്കാം. ഉറച്ച മനസ്സുള്ള ഒരാൾക്ക് എളുപ്പമാണ്, വീക്കായിട്ടുള്ള ആൾക്കാർക്ക് ഇത് പറ്റത്തില്ലാത്തുള്ളൂ. ശ്രീജിത്തിന് പറ്റുമോ? പിന്നെ എനിക്ക് പറ്റും. ശരിക്കും പറഞ്ഞാലേ ഈ ക്യാമ്പസിൽ നിന്ന് നിനക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പൊ 24 വയസ്സുണ്ട്. 24 വയസ്സുള്ള ശ്രീജിത്ത് ഈ ക്യാമ്പസിലെ സഹ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് തുറന്ന് പ്രഖ്യാപിക്കുകയാണ് അവന് കപ്പാസിറ്റി ഉണ്ട് ഡ്രഗ് ഉപയോഗിക്കാതിരിക്കാൻ, വയലൻസിൻ്റെ പേരിൽ സഹവിദ്യാർത്ഥിയെ തല്ലാതിരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ അവൻ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടിയിരിക്കുന്നു അവനെ പഠിപ്പിച്ച അധ്യാപകരെ, ഈ ക്യാമ്പസിനെ, അവൻ്റെ പീർ ഗ്രൂപ്പ്സിനെ, അവൻ്റെ കൂട്ടുകാരെ. അപ്പോൾ ഒരു ഭംഗിവാക്കല്ല കേട്ടോ, ആത്മാർത്ഥമായിട്ട് ശ്രീജിത്തിനെ ഒന്ന് അഭിനന്ദിച്ചതാണ്. നിങ്ങൾക്കും അതൊന്ന് അംഗീകരിക്കാൻ വേണമെങ്കിൽ. 2 പെഗ് അടിച്ചില്ലെങ്കിൽ അത് നാണക്കേടാണ്. ടൂർ പോകുമ്പോൾ DJ വെച്ച് 2 പഫ് എടുത്ത് ഒരു ബെസ്റ്റി ആയിട്ട് ബെസ്റ്റിയുടെ തോളിൽ കൈയിട്ടില്ലെങ്കിൽ പൗരുഷമൊക്കെ ചോർന്നു പോകുമെന്ന് പറയുന്ന നവകേരള പശ്ചാത്തലത്തിൽ ഇതൊന്നും ശരിയല്ല, ഇതിനൊക്കെ എതിരെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ അല്ലേ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. ശ്രീജിത്തിൻ്റെ ഉള്ളിലും പുറത്തും തെളിഞ്ഞു നിൽക്കുന്ന ആ വലിയൊരു പൗരുഷത്തെ. ഐ റെസ്പെക്ട് മിസ്റ്റർ ശ്രീജിത്ത്. ഓക്കെ ആതിര, നമുക്ക് അടുത്ത ദിശയിലേക്ക് പോകുമെന്ന് കരുതുന്നു. നിന്ന് വയലൻസിലേക്ക് പോകാം. അതെ സാർ, മറ്റേ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെമിനാറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ലാസ്റ്റ് ഇയർ കണ്ടക്ട് ചെയ്ത സർവേയിൽ വയലൻസ് അഥവാ ഡ്രഗിന്റെ ഉപയോഗം കൊണ്ടുള്ള വയലൻസ് അതിനെക്കുറിച്ചുള്ള സർവേയിൽ 66.6% ഡ്രഗിന്റെ യൂസ് നടന്നത് അഡോളസെന്റ് ഏജിലാണ്. കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജാണത്. സർ, ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സൈക്കോളജി പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് സാറിന് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? അതിനുശേഷം ഞാൻ കുട്ടികളിലേക്ക് വരാം. അതിനെക്കുറിച്ച് നമുക്ക് ഒരു ആധികാരികമായ ഒരു തിയററ്റിക്കൽ ഒരു ഔട്ട്പുട്ട് ഇങ്ങനെ എടുക്കുന്നതിനേക്കാൾ ഇത്തിരി കൂടെ നല്ലത് ഞാൻ കരുതുന്നത് ഇതൊക്കെ ഈ വീടുകളിൽ അനുഭവിക്കുന്നൊരു വലിയ ഒറ്റപ്പെടലുണ്ട്. വലിയൊരു ഒറ്റപ്പെടൽ. ഈ ഒറ്റപ്പെടലിൽ നിന്നുണ്ടാകുന്ന ഒരു തരം ആർത്തി, സ്വാർത്ഥത, സുഖലോലുപത, ഇതെല്ലാം ഈ പിള്ളേരെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. നമ്മളൊരു 10-20 വർഷം പുറകിലേക്ക് പോകാം. 10-20 വർഷം പുറകിലേക്ക് പോയാൽ ഒരു വീട്ടിൽ 5, 6, 7, 8, 10, 12 മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വീട്ടിൽ തന്നെയായിരുന്നു. ചിരിച്ചും കളിച്ചും വഴക്കുണ്ടാക്കിയും കൂട്ടുകൂടിയും ചില സാധനങ്ങൾ കട്ടുതിന്നും ഈ കട്ട് തിന്നുന്ന കാര്യം വിളിച്ചു പറഞ്ഞ് ഒറ്റുകൊടുത്ത് അപ്പൻ്റെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ചു കൊടുത്തൊക്കെ അങ്ങനെ എല്ലാ തരത്തിലും ഒരു പേഴ്സണാലിറ്റി മൗൾഡ് ചെയ്യാനുള്ളൊരു പോഡിയം, ഒരു പ്ലാറ്റ്ഫോം വന്ന് വീട്ടിലുണ്ടായിരുന്നു. ഇന്നത് മാറി. ഇതിപ്പോൾ 1ഉം 2ഉം ആയി. ഈ 1ഉം 2ഉം ആയി കഴിഞ്ഞാൽ തന്നെ എന്താണ് ഒരു വീടിൻ്റെ പശ്ചാത്തലം? എന്താ? അപ്പനും അമ്മയും ജോലിക്ക് പോകുന്നു. അപ്പനും അമ്മയും ജോലിക്ക് പോയില്ലെങ്കിൽ പിന്നെ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ആരോ പറഞ്ഞ് കളിപ്പിച്ചു. അപ്പോൾ അപ്പനും അമ്മയും ജോലിക്ക് പോകും. അപ്പോൾ പിന്നെ വീട്ടിൽ ക്ലാസ് കഴിഞ്ഞ് വന്ന് പിള്ളേർക്ക് പിന്നെ ആകെപ്പാട് ചെയ്യാൻ പറ്റുന്ന അവർ ടെലിവിഷൻ കാണുക എന്നുള്ളതാണ്. ജോലി കഴിഞ്ഞ് വരുന്ന അമ്മ റിലാക്സ് ആവണമെങ്കിൽ ഒരു കാപ്പി കുടിച്ച് അപ്പം തന്നെ വാട്സപ്പിൽ എല്ലാവർക്കും നോക്കും. അതിപ്പോൾ ഇപ്പോൾ പഠിപ്പിക്കുന്ന ക്യാമ്പസിലൊക്കെയാണെന്ന് പറഞ്ഞാൽ എപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഒരു കാറ്റടിച്ചാൽ പോലും മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഈ കുഞ്ഞിനൊരു കെയർ കിട്ടുന്നില്ല. ഈ കെയർ കിട്ടാതെ വരുന്ന കുഞ്ഞ്
ഒരു അക്കമ്പനിങ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു പരിലാളനയുണ്ട്. ഒരു അക്കമ്പനിങ് എന്ന് പറഞ്ഞാൽ പരിലാളനയല്ല, അതിലും ഉയർന്ന ഒരു സംഭവമാണ്. അതൊക്കെ കിട്ടാതെ വളരുന്ന ഈ കുട്ടി ക്രമേണ സ്വാർത്ഥനായിട്ട് മാറുന്നു. എന്നിട്ട് അവൻ ഈ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ അവനൊന്നും സഹിക്കാനുള്ള കെൽപ്പില്ല. ഇത് ഒരു പശ്ചാത്തലമാണ്, ഈ അഡോളസെൻ്റിൽ ഇത് തുടങ്ങുന്നതിൻ്റെ പശ്ചാത്തലം. ഇനി രണ്ടാമത്തെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്ന ചില സ്ഥലങ്ങളിലൊക്കെ പറയാറുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ പണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹിച്ചിരുന്നു, സാധനങ്ങളെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അത് മാറി, മനുഷ്യൻ സാധനങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി, മനുഷ്യനെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് എല്ലാ രീതിയിലും. ഇത് എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു കുട്ടി വീട്ടിൽ നിന്ന് രൂപപ്പെട്ട് വരികയാണ്. അപ്പോൾ അവൻ ഇഷ്ടം മാത്രം സാധിക്കുന്നു. അവന് കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അവൻ കുടിക്കുന്നു, അവന് സിനിമ കാണാനാണ് ഇഷ്ടമെങ്കിൽ അവൻ സിനിമ കാണുന്നു, അവന് ഇഷ്ടമുള്ള സെലിബ്രിറ്റി തുണി ഉടുത്താൽ അവനും തുണി ഉടുക്കും, തുണി ഉടുത്തില്ലെങ്കിൽ അവനും തുണി ഉടുക്കില്ല. ഉന്മയാണ് കാതിലേക്കാக അവൻ ഉയിരേ കൊടുക്കും. അവൻ്റെ ഉയിരങ്ങ് കൊടുക്കുമ്പോൾ അവൻ്റെ അപ്പനും അമ്മയ്ക്കും നഷ്ടപ്പെടുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ കാത്തിരിപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇത് ഈ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം ഇതൊക്കെ. അത് ആ കാര്യത്തിലൊക്കെ വലിയ അപജയങ്ങളൊക്കെ സംഭവിച്ചു പോയി. അത് ഇനി ത്രൂ പ്രോപ്പർ ചാനലിലൊക്കെ പോകുന്ന കുടുംബങ്ങളുമുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ശ്രീജിത്തൊക്കെ. ഈ 24-ാമത്തെ വയസ്സിൽ അവനിങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നല്ല രീതിയിൽ വരുന്നു എന്നുള്ളതാണ്. സോ പാരന്റിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അഡോളസെന്റിന്റെ കാര്യത്തിൽ. പിന്നെ മീഡിയയുടെ ഇൻഫ്ലുവൻസും ഭയങ്കരമാണ്. സർ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. കാര്യം ഞാനും നിങ്ങളും അടക്കം എല്ലാവരും നമ്മളിപ്പോൾ ഫോൺ എടുത്താൽ നേരത്തെയൊക്കെ നമ്മൾ ഒരു വ്ളോഗ് മൊത്തത്തിൽ കാണുമായിരുന്നു, ഇല്ലേ? പക്ഷെ ഇന്നങ്ങനെയാണോ? ഞാൻ സ്ഥിരമായിട്ട് ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആളാണ്. ഞാൻ ഫോഴ്സ്ഫുള്ളിയാണ് കുറച്ചു നേരമെങ്കിലും ഈ ഫോണൊന്ന് മാറ്റി വയ്ക്കുന്നത്, സെയിങ് ദ ട്രൂത്ത്. പക്ഷേ പലപ്പോഴും എനിക്കുള്ള ടെൻഡൻസി റീൽസ് കാണാനാണ്. ഞാൻ ആഗ്രഹിക്കാത്ത പലതും ഈ റീൽസിൽ കടന്നു വരുന്നുമുണ്ട്, അല്ലേ? അപ്പം നമ്മൾ ഒരു യൂത്തായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥ ഇതാണ്. സർ ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫാമിലീസിലൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ള ആകെ അക്കമ്പനിങ് സാധനം മൊബൈൽ ഫോൺസ് ആണ്. ടെലിവിഷൻ അല്ല, ഇന്നത്തെ പിള്ളേർക്ക് ടെലിവിഷൻ വേണ്ട. ഒരു 90s കിഡ്സ് ഒക്കെ ആയിരുന്നു ടെലിവിഷൻ്റെ ആൾക്കാരെന്നാണ് ഇന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ റീൽസിൻ്റെയൊക്കെ ഒരു അതിപ്രസരം ഇതിനൊരു കാരണമല്ലേ? അത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. പേര് പറയണേ. ആൻഡ്രിയ. ഓക്കെ, പറഞ്ഞോളൂ. ഓരോരുത്തരുടെ ഫീഡ് അനുസരിച്ചിരിക്കും. ഇപ്പം ഒരാള് ഒരു റീല് കണ്ടു എന്ന് തന്നെ വിചാരിക്കുക. ഇപ്പൊ സിനിമയിലൊക്കെ ആണെങ്കിലേ ഇപ്പം ആൽക്കഹോൾ യൂസ് ചെയ്യുന്നു, ഡ്രഗ് യൂസ് ചെയ്യുന്നു, അതിൻ്റെ അടിയിൽ ആകെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, ദിസ് ഇസ് ഹാംഫുൾ, അല്ലേ? അതാരെങ്കിലും കാണുന്നുണ്ടോ? കാണാത്ത തന്നെ തരത്തിലാണ് അത് എഴുതി വരുന്നത് പോലും. അപ്പം ഈ ഫീഡിൽ വരുന്നു എന്ന് ആൻഡ്രിയ പറഞ്ഞു, അല്ലേ? ഈ ഫീഡിൽ വരുന്ന കാര്യം അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ? അതിപ്പം ഞാൻ ഡ്രഗ് എന്നൊന്നും പറയുന്നില്ല, റീൽസിൽ വരുന്ന എന്ത് കാര്യവും നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ? അതിപ്പോൾ ആരോ പറഞ്ഞ പോലെ ട്രെൻഡ് അനുസരിച്ചിരിക്കും എന്ന് പറയത്തില്ലേ? ഇപ്പം റീലിൽ ഏറ്റവും കൂടുതൽ ഇപ്പം എന്താണോ ട്രെൻഡിൽ നിൽക്കുന്നത് എല്ലാവരും അതിനെ ഫോളോ ചെയ്യാനായിരിക്കും കൂടുതലും നോക്കുന്നത്. അതാണ് നല്ലതെന്ന് നമുക്ക് തോന്നും. വിച്ച് മീൻസ് ഒരു ലഹരി ഉപയോഗിക്കുന്ന കുറെ റീൽസ് ആണ് നമ്മൾ കാണുന്നെങ്കിൽ അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലേ? അതായിരിക്കും നല്ലതെന്ന് നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അത് വരും. ആൻഡ്രിയനോട് കൂട്ടിച്ചേർക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ കൂടുതൽ. അഡോളസൻസ്, ടീനേജേഴ്സ് എന്നൊക്കെ പറയുന്നു. അത്രയ്ക്ക് മനക്കെട്ടിയില്ലാത്ത പിള്ളേരല്ല ഇപ്പോഴത്തെ ആൾക്കാരെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കൂടുതലും നെഗ്ലിജൻസ് ആണ്, പേരൻസിൻ്റെ നെഗ്ലിജൻസ്, ടീച്ചേഴ്സിൻ്റെ നെഗ്ലിജൻസ്. ഈ അറ്റൻഷൻ സീക്കിംഗ് മൈൻഡോടെ വളരുന്ന ഒരു പ്രായമാണ് ഈ ചൈൽഡ്ഹുഡ്, അഡോളസൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പിള്ളേരെല്ലാവരും തന്നെ പേരൻസിൻ്റെ വാലിഡേഷൻ, ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ അമ്മേ, അല്ലേ അച്ഛ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പ്രായമാണ്. ആ സമയത്ത് അവരിങ്ങനെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പോകുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ അമ്മമാരൊക്കെ ജോലിക്ക് പോകുന്നവരാണ്, അച്ഛന്മാരൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വാട്സപ്പ്, ഫേസ്ബുക്ക്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും പലരുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമായി. ഇപ്പോൾ ഫോണുണ്ട് എല്ലാവരുടെ കയ്യിലും, പിള്ളേരുടെ കയ്യിലും ഉണ്ട്. ഈ അമ്മമാരും അച്ഛന്മാരും വീട്ടിൽ വരുന്നവരെ കാത്തിരിക്കുന്ന കുഞ്ഞു പിള്ളേർ അവരാഗ്രഹിക്കുന്ന അവരുടെ സ്കൂളുകളിൽ അവരെന്തൊക്കെ ചെയ്തു, അവരെന്തൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, അതൊക്കെ അവരവരുടെ അമ്മയോടും അച്ഛനോടും പറഞ്ഞ ആ ഒരു വാലിഡേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷേ
നമ്മൾ കാണുന്ന എന്തുവാ, അച്ഛന്മാരും അമ്മമാരും വീട്ടിൽ വരുന്നു, ഫോണിൽ കുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ TV കാണുന്നു, അങ്ങ് മാറി നിൽക്കുക ചെറുക്ക, അല്ലെങ്കിൽ അങ്ങ് മാറി നിൽക്കുക പെണ്ണെ, ഞാൻ ഇതൊന്ന് ചെയ്തോട്ടെ, ഇതൊന്ന് കണ്ടോട്ടെ. അത് അവർക്ക് കൂടുതലും അങ്ങ് വരുവാണ്. സോഷ്യൽ മീഡിയ കാണണം എന്നുള്ള ഒരു എന്നാ നമ്മളെ സ്ലാങ്ങിൽ പറയുന്ന പോലെ ത്വര വരുക. അപ്പം ഞാൻ കൂടുതലും ഒബ്സർവ് ചെയ്ത ഒരു ഫാക്റ്റാണ്, പേരൻസിൻ്റെ നെഗ്ലിജൻസ് മൂലമാണ് ചൈൽഡ്ഹുഡും ടീനേജേഴ്സിൻ്റെ ആ ഒരു അഡോളസെൻ്റ് പീരീഡ് വെറുതെ ഇങ്ങനെ പാഴായി പോകുന്നത്. പേരൻസിൻ്റെ നെഗ്ലിജൻസ് ആണ്. പിന്നെ ടീച്ചേഴ്സും ഉണ്ട്. ടീച്ചേഴ്സ് പിന്നെ കൂടുതലും സപ്പോർട്ടീവാണ്. ഈ ക്രിയേറ്റീവായിട്ടുള്ള പിള്ളേർക്ക് മുന്നോട്ടൊരു സ്റ്റേജ് കൊടുക്കുക. നിങ്ങൾ കൂടുതലും അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെ, അങ്ങനെ ചെയ്യണം, നിങ്ങൾ ക്രിയേറ്റീവാണ്, നിങ്ങളത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷെ അത് നമ്മൾ നമ്മുടെ പേരൻസിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത്, ടീച്ചേഴ്സിൽ നിന്നല്ല കൂടുതലും. കൃഷ്ണവേണി. കൃഷ്ണവേണി എന്താ പഠിക്കുന്നത്? ഞാൻ MHRM സെക്കൻഡ് ഇയർ. അതിലെന്തെങ്കിലും പറയാൻ വന്നതാണോ? അല്ല, എനിക്ക് കൃഷ്ണവേണിയോടൊരു ബഹുമാനം തോന്നുമായിരുന്നു. തോന്നുന്നതിൽ തെറ്റില്ല. എനിക്ക് ബഹുമാനം മാത്രം, എനിക്ക് വേറൊരു ആശയം കൂടെ തോന്നി. ഈ അതിന് പറഞ്ഞല്ലോ, ഈ റീൽസ് ഒന്നും കണ്ടിട്ട് വഴിതെറ്റാൻ മാത്രം അതിനേക്കാളൊക്കെ കുറച്ചുകൂടെ കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ് എന്ന് കൃഷ്ണവേണി പറഞ്ഞതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി എനിക്ക് തോന്നിയത് എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിലെ PTA മീറ്റിങ്ങുകളിലൊക്കെ കൃഷ്ണവേണിയെ പറഞ്ഞു വിട്ടൊരു ക്ലാസ് എടുപ്പിച്ചാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. കാരണം PTA മീറ്റിങ്ങുകൾ കേരളത്തിൽ നടക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു അവയർനെസ് സെമിനാർ എടുക്കാൻ ഏതെങ്കിലും ഒരു ചേട്ടൻ വരും. ഈ ചേട്ടൻ വന്ന് അവയർനെസ് സെമിനാർ എടുക്കും. ഈ ക്ലാസ് എടുക്കുന്ന ആളും പേരൻസും തമ്മിൽ ഈ കുട്ടികൾ തീരെ ശരിയല്ല, എന്ത് ചെയ്യുന്നു പറഞ്ഞ് ഇവരെ അങ്ങ് ഒറ്റപ്പെടുത്തും, മാറ്റി നിർത്തും. അതിനുശേഷം ഇൻഡിവിജ്വലി ടീച്ചേഴ്സ് ഈ കുട്ടികളുടെ പേരൻസ് കണ്ടിട്ട് പറയാം, അവൻ്റെ പോക്ക് തീരെ ശരിയല്ല, വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഈ കൃഷ്ണവേണി പറഞ്ഞത് ഒരു വലിയ പോയിൻ്റാണല്ലേ. പരിലാളനയും സാമീപ്യമൊക്കെ മക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നത് ഈ പ്രോഗ്രാം കാണുന്ന മാതാപിതാക്കൾക്കൊക്കെ കൃഷ്ണവേണിക്ക് കൊടുക്കാൻ സാധിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു മനോഹരമായ സന്ദേശമെന്നോ കാവ്യനീതിയോ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല കൃഷ്ണവേണി. അതൊരു പുതിയ ആശയമാണ്, അംഗീകരിക്കാതിരിക്കാൻ വയ്യ. കിട്ടേണ്ട പരിലാളനയും സ്നേഹവും ഒക്കെ കിട്ടേണ്ട ഒരു പ്രായത്തിൽ അത് ലഭിക്കാതെ വരുന്നത് ഒരു വലിയ പ്രശ്നമാണെന്ന് പറയുന്നത്. അതായത് സൈക്കോളജി എടുത്താലും ഇപ്പം എന്താണ് റെക്കഗ്നേഷൻ ആൻഡ് റെമ്യൂണറേഷൻ, ഇതൊരു മനുഷ്യൻ്റെ ഒരു സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ അനിവാര്യമാണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡൊക്കെ പറയുന്നത്. നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞോട്ടെ, കൃഷ്ണവേണി പറയുന്നതിലേക്ക് തിരിച്ചു വരാം. കൃഷ്ണവേണി പറയുന്നതിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്രോയിഡിൻ്റെ തീരെക്കാളും ഇച്ചിരി കൂടെ ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണമുണ്ട്, കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടേണ്ട സമയത്ത് കിട്ടണം, അല്ലെങ്കിൽ ഇത് തപ്പിപ്പോവും.